ഫൈനലി 20,000 രൂപയുടെ താഴെയുള്ള രാജാവ് വന്നിരിക്കുകയാണ്. അതായത് 2019, 20, 21 ഏർലി ഈ ഒരു സമയത്തൊക്കെ ടെക്ക് ശരിക്കും ഫോളോ ചെയ്യുന്നവർക്കറിയാം. നല്ല കിടിലം പ്രൈസിങ് ആയിരുന്നു, കിടിലം ഫോൺസ് ആയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഈ ഒരു ഫോണുകളിലെ എല്ലാ റേഞ്ച് എന്ന് പറഞ്ഞാൽ 20,000 താഴെയായിരുന്നു. പക്ഷേ 2021 ലാസ്റ്റ് 2022, 2023 ഏറ്റവും മോശം വർഷങ്ങളായിരുന്നു. കാരണം നമ്മൾ പോലും അറിയാതെ ബഡ്ജറ്റ് കാറ്റഗറികളുടെ ഫോൺസ് പ്രീമിയം ലെവലിലേക്ക് കൊണ്ടുപോവുകയും പല പല കമ്പനികൾ അവരുടെ മെയിൻ ബഡ്ജറ്റ് ഫോണാണെന്ന് പറഞ്ഞിരുന്ന ഫോണുകളെല്ലാം റേറ്റ് കൂട്ടി 25-30 മേളിൽ കൊണ്ടാക്കിയേക്കുന്ന ഒരു സെറ്റപ്പാണ് നമ്മൾ കണ്ടത്. കുറേ നാൾക്ക് ശേഷമാണ് IQ C9 എന്ന് പറഞ്ഞൊരു ഫോൺ അതെല്ലാം തിരുത്തി എഴുതിയിരിക്കുകയാണ്. ഇതിനേലും നല്ലൊരു പ്രൈസ് സ്പെസിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇനി ഇടാനില്ല. അതായത് നമ്മൾ പണ്ട് പറയുമല്ലോ, നമ്മൾ 2019 ഇമ്പ്രൂവ്മെൻ്റ് ആണോ 2020 നോക്കത്തില്ലേ. സത്യം പറഞ്ഞാൽ 19, 20, 21 കഴിഞ്ഞ് 22 എന്ന് പറയുന്നത് 21 താഴെയായിരുന്നു. 23 എന്ന് പറയുന്നത് 22 താഴെയായിരുന്നു. അതായത് ഇമ്പ്രൂവ്മെൻ്റ് അല്ല, താഴോട്ടാണ് വരുന്നത്. പക്ഷെ 24 സത്യം പറഞ്ഞാൽ 2021 ശേഷം പ്രോപ്പർ അപ്ഗ്രേഡ് വന്നിരിക്കുകയാണ്. അതായത് ആ പ്രൈസ് റേഞ്ച് പെർഫെക്റ്റായി. ഇനി കൂടുതലൊന്നും പറയല്ലേ. ശരിയാണ്, ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് പോലെ ഇരിക്കും. ബട്ട് സ്റ്റിൽ ഈ പ്രൈസിൽ ഇത്രയും സ്പെസിഫിക്കേഷൻ അവർ ആദ്യമേ തന്നെ വെച്ചു. അതായത് അവർ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെക്ക്മേറ്റ് ഇട്ടു. ഫോൺ നല്ലതാണെന്നുള്ളതാണ് അടുത്ത ക്രൈറ്റീരിയ. പക്ഷേ ആദ്യം സ്പെക്ക് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. അവിടെ ചെക്ക്മേറ്റ് ആക്കിയവർ. വേറെ ഒരു കമ്പനിക്കും തൊടാൻ പറ്റാത്ത സ്പെക്കാണ് അവിടെ കൊണ്ടുവച്ചത്. കഴിഞ്ഞ ദിവസം നത്തിങ് ഫോൺ 24,000 ഇറക്കി. സെയിം സ്പെസിഫിക്കേഷൻ വിത്ത് കുറച്ച് മാറ്റങ്ങളോടുകൂടെ 4,000 രൂപ കൂടെ കുറച്ച് കിടിലൻ പ്രൈസിലാണ് ഇട്ടേക്കുന്നത്. ഇനി കൂടുതൽ തള്ളുന്നില്ല, കാരണം നമുക്ക് സ്പെസിഫിക്കേഷൻ മാത്രമേ പറയുള്ളൂ. എനിവേ, ഒപ്പീനിയൻ വീഡിയോ ആണ്, ഫോൺ എൻ്റെ കയ്യിലില്ല. അപ്പോൾ തുടങ്ങിയേക്കാം. ഈ ഫോണിൽ പ്ലാസ്റ്റിക് ബാക്കാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിം, കൂടുതലൊന്നും പറയാനില്ല അതിനകത്ത്. ഡിസൈൻ വലിയ കുഴപ്പമില്ല. IQൻ്റെ ഡിസൈൻ അത്ര വലിയ പേര് കേട്ട ഒരു സാധനമൊന്നുമല്ല. Neo 9 Proൻ്റെ ഡിസൈൻ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടു IQ ഇറക്കിയതിൽ. പിന്നെ നമ്മുടെ IQ C7 പ്രോയും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ പേഴ്സണലി എനിക്ക് Neo 7 Proൻ്റെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ഞാൻ ഡിസൈന് വലിയ കാര്യമായിട്ട് നോക്കാറില്ല. എനിവേ, ഡിസൈൻ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എനിവേ, ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. AMOLED ഡിസ്പ്ലേ തന്നു, 120 Hz തന്നു. കൂടുതലൊന്നും പറയാനില്ല അതിനകത്ത്. ഗ്രീൻ ലൈൻ വേറൊരു പോയിൻ്റാണ്. മീൻസ് AMOLED ഡിസ്പ്ലേ തന്നു, ഇനി ബാക്കിയുള്ളത് നമുക്കൊന്നും പറയാനില്ല. കോമ്പറ്റീഷൻ വെച്ചും AMOLED ഡിസ്പ്ലേ ആണ്. അത് ഞാൻ കോമ്പറ്റീഷനെ പറ്റി പറയുമ്പോൾ വേറൊരു കഥ പറയാനുണ്ട്, ഞാൻ ലാസ്റ്റ് പറയാം. അടുത്തായിട്ട് Dimensity 7200 ചിപ്സെറ്റാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് 2021 ബെറ്ററായി 2024. കാരണം അത്രയും നാളും 2021 എന്ന് പറഞ്ഞാൽ പവർ കുറവാണ്. സ്നാപ്ഡ്രാഗൺ 732 ആ ഒരു കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു റേഞ്ചിൽ. 860 വന്നായിരുന്നു, മീൻസ് 855+ൻ്റെ പ്ലസ്, അതായത് പോക്കോ X3 Proയിൽ. ആ ഒരു പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ആവറേജ് റേഞ്ചിലൊക്കെ ആയിരുന്നു പ്രൊസസ്സറുകൾ. അപ്പം അവിടെ വെച്ച് നോക്കുമ്പോൾ 7200 എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെന്റിന്റെ ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റാണ്. അതായത് ഒരു സാധാ നോർമൽ യൂസ് ഫോൺ എന്ന രീതിയിൽ, ഒരു ഗെയിമിംഗ് ഫോൺ എന്ന രീതിയിലല്ല. ഗെയിമിംഗ് ഫോൺ ആണെങ്കിൽ ടെക്നോ നല്ല ഒരു ചിപ്സെറ്റിലുള്ള ഫോൺ ഇറക്കിയായിരുന്നു, അതുപോലെ തന്നെ ഇൻഫിനിക്സ് ഇറക്കിയായിരുന്നു. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് തിരിച്ചു പറയാം. പക്ഷേ പ്രീമിയം ലെവൽ, അതായത് ഒരു നോർമൽ യൂസറിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ കിടിലൻ ചിപ്സെറ്റാണ് ഇവർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 695 പോലുള്ള തൊട്ടികൾക്ക് ശേഷം ഫൈനലി നല്ലൊരു ചിപ്സെറ്റ് വന്നിരിക്കുകയാണ്, Dimensity 7200. നിങ്ങൾ നോർമൽ യൂസറാണ്, അത്യാവശ്യം ഗെയിമർ ആണെങ്കിൽ പോലും നൈസായിട്ട് ഇത് മേടിക്കുക, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. LPDDR4X UFS 2.2 എക്സ്പെക്റ്റഡ്. 20,000 നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. സ്റ്റിൽ 3.1 കൊടുക്കാമായിരുന്നു എന്ന് വേണേൽ പറയാം. ടെക്നോ ഇൻഫിനിക്സ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു ചിപ്സ്, ഇങ്ങനെ 3.1 കൊണ്ടുവന്നായിരുന്നു, അത് വേറെ കാര്യം. എനിവേ, അതിനകത്ത് കൂടുതൽ പരാതിയില്ല. പക്ഷേ നത്തിങ് 24 കൊണ്ട് അത് വെച്ചത് പരാതിയാണ്. കാരണം ഒരു 23 മേളിലോട്ട് പോകുന്ന അനുസരിച്ച് UFS 3.1 ഒക്കെ മിനിമം ആണ്. LPDDR5 4X പോട്ടെ, അതും ക്ഷമിക്കാം. പക്ഷേ UFS സ്റ്റോറേജ് ടൈപ്പ് ഷുഡ് ബി 3.1. ഇവിടെ നമുക്ക് കൂടുതൽ പരാതിയില്ല അതിനകത്ത്. അടുത്തായിട്ട് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞ സ്പെസിഫിക്കേഷൻ കറക്റ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. 50 MP സോണിയുടെ IMX882 സെൻസർ വെച്ചിട്ടുണ്ട്. അൾട്രാവൈഡ് തന്നില്ല. ഈ ഒരു ഫോൺ ഒരു നെഗറ്റീവ് ഉണ്ട്, അൾട്രാവൈഡ് തരാത്താണ്. OISൻ്റെ സെൻസർ ഉൾപ്പെടെ ഉണ്ട്, പക്ഷേ അൾട്രാവൈഡ് ഇല്ല, പ്രഹസനം മാത്രമുണ്ട്. വളരെ മോശം. നിങ്ങൾ ഒരു അൾട്രാവൈഡ് വെച്ച് ഒരു 20,500 ഇറക്കിയിരുന്നെങ്കിലും വലിയ ദണ്ണമില്ലായിരുന്നു സത്യമായിട്ട്. 20,500 എടുത്തു, കുഴപ്പമില്ല. 21 ആണെങ്കിലും ഓക്കെ എന്ന് ഞാൻ പറയും. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു സാധനം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇങ്ങനൊരു നെഗറ്റീവ് ഉണ്ടെന്ന്. അതായത് അറിഞ്ഞുകൊണ്ട് വെച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. 8 MP വെച്ചെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒന്നും ഊരി പോകാനില്ല. 250 രൂപ കൂടുതൽ, 350 രൂപ വല്ലതും വരുള്ളൂ സത്യമായിട്ടും. അപ്പം
സത്യം പറഞ്ഞാൽ ഇവർ ഓൾറെഡി ഡിസൈൻ ചെയ്തപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും നെഗറ്റീവ് പറയേണ്ടെന്ന് വിചാരിച്ച് നെഗറ്റീവ് മനഃപൂർവ്വം ഉണ്ടാക്കിയ പോലെ എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ബ്രാൻഡുകൾ ഇങ്ങനെ ചിന്തിക്കുന്നത് സത്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. വേണമെങ്കിൽ സ്മൂത്തായിട്ട് ഇവർക്ക് 8 മെഗാ പിക്സലിൽ വെക്കാം, നമ്മളിങ്ങനെ പറയണം, അതിനാണെന്ന് തോന്നുന്നു വെച്ചതെന്ന് തോന്നുന്നു. പിന്നെ ബാക്കി കുറേ പേര് പറയത്തില്ല, ജബർദസ്ത് ഹേ ദോസ്തോ എന്നേ പറയുള്ളൂ, അത് വേറെ കാര്യം. എനിവേ അൾട്രാ വൈഡ് മാത്രം ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളൂ, വെക്കാമായിരുന്നു. ഇനി ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ സോണിയുടെ സെൻസർ IQൻ്റെ പ്രോസസ്സിങ് എന്തായാലും തരക്കേടില്ലാത്ത ഒരു ഔട്ട്പുട്ട് കിട്ടും കൺഫേം. കാരണം IQ അങ്ങനെയാണ് അവരുടെ ഒരു പാറ്റേൺ. ക്യാമറയും കൂടെ നല്ലതാണ്. പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതായിട്ട് കൂട്ടിയത്, ഫോൺ ഇല്ലെങ്കിലും IQ Neo 7 Pro യൂസറാണ് ഞാൻ. അപ്പം ഗെയിമിംഗ് ഫോൺ എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്ത ഈ ഫോണിൻ്റെ ക്യാമറ നല്ലതാണ്, അറ്റ്ലീസ്റ്റ് ലാൻഡ്സ്കേപ്പ് ഫോട്ടോ. സോ ക്യാമറ നല്ലതാണ്. സോണി സെൻസർ തന്നു, ഇമ്പ്രൂവ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. നത്തിങ്ങുമായിട്ട് ചിലപ്പോൾ ഒരു താരതമ്യം വരാൻ നേരത്ത് ക്യാമറ ചിലപ്പോൾ ഞാൻ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയും. കാരണം മേ ബി ഇതിൻ്റെ ബെറ്റർ ആവാം, കാരണം സോണിയുടെ സെൻസർ ഉണ്ട്, അവിടെ സാംസങ് ആണ്. സോ എന്തും സംഭവിക്കാം. എനിവേ സെൻസർ നല്ലതാണ്, നമുക്ക് നല്ല പ്രതീക്ഷിക്കാം. 16 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണുള്ളത്. ഇനി എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, Wi-Fi 6, ബ്ലൂടൂത്ത് വെർഷൻ 5.3 ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്, DT Star 2 എന്ന് പറഞ്ഞ എന്തോ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ്, ആർക്കറിയാം. IP54 ആണ്. സോ എക്സ്ട്രാ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല. 3.5mm ജാക്കില്ല, 20,000 തരായിരുന്നു, പോട്ടെ ഉപേക്ഷിച്ച് കുറേയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി 5000 mAh ബാറ്ററിയാണ്, 44 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ്. സോ സ്പെസിഫിക്കേഷൻ ഈസ് ഓൺ ടു ദ മാർക്ക്, ഒന്നും പറയാനില്ല സ്പെസിഫിക്കേഷൻ. 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് മാത്രം. നത്തിങ് ഞാൻ പറഞ്ഞപ്പോൾ LPDDR4X UFS 2.2 ആയിരുന്നു ഒരു ചെറിയ പ്രശ്നം. ഇവിടെ നമ്മൾ ഈ അൾട്രാവൈഡ് ഇടയ്ക്കിടയ്ക്ക് പറയും, കാരണം ഈ ഒരു ഫോൺ ഒറ്റ നെഗറ്റീവ് ഉണ്ട്, അതാണ് അൾട്രാവൈഡ്. അത് പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്കാർക്ക് അറിയാം എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന്. സത്യം പറയാൻ എനിക്ക് മനസ്സിലാകുന്നില്ല, ഒന്നും പറയാനില്ല ഇതിനകത്തൊന്നും. അതായത് ഒരു ഫോൺ നല്ലതായിട്ട് അവർക്ക് ഇറക്കാൻ പറ്റി, മനഃപൂർവ്വം ഇറക്കാത്ത പോലെയാണ് തോന്നുന്നത്. എനിവേ ഒന്നും പറയാനില്ല, പേരിന് ഒരെണ്ണം വെക്കായിരുന്നു. അൾട്രാവൈഡ് വേണ്ടവർക്ക് ഉപയോഗിക്കാമല്ലോ, ഒരു സ്റ്റാൻഡേർഡ് എന്ന രീതിയിൽ. ഫൈൻ. ഇനി പ്രൈസിലേക്ക് വരാം. 8GB 128GB പ്രൈസ് 19,999 ആണ്. 8GB 256GB പ്രൈസ് 22,000 ആണ്. ബേസ് വേരിയന്റ് 8/128 19,999. പെർഫെക്റ്റ്. അതായത് നമ്മൾ ഈ കൈയടിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രൈസാണ്, സത്യമായിട്ടും കൈയടിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രൈസാണ്. അതായത് എഴുന്നേറ്റ് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്രൈസാണ്. നമ്മൾ ഇത്രയും നത്തിങ്ങിൻ്റെ ഫോണും അതിന് മുമ്പൊക്കെ വന്ന ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കൈയടിക്കാൻ പറ്റത്തില്ലെങ്കിലും IQ Neo 9 Pro ആണല്ലോ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു. ബട്ട് ഇറ്റ്സ് എ ഗുഡ് പ്രൈസ്. ഈവൻ നത്തിങ് ഫോണിൻ്റെ ആണെങ്കിലും ഗുഡ് പ്രൈസ്. ദിസ് ഈസ് വെരി ഗുഡ്, അല്ലെ വെരി ഗുഡ് എക്സലൻ്റ് എന്ന് പറഞ്ഞ റേഞ്ചിലുള്ള, അത് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും പവറും ഈവൻ ഡിസ്പ്ലേ ആമലഡും സോണിയുടെ സെൻസർ വിത്ത് OSഉം തരുന്ന ഒരു ഫോൺ മാർക്കറ്റിൽ വരുന്നത്. സോഫ്റ്റ്വെയർ സൈഡ് ഞാൻ പറയാൻ വിട്ടുപോയി, സോഫ്റ്റ്വെയർ കുറേയാണ്, അതിനകത്ത് ഡൗട്ടൊന്നും വേണ്ട. കാരണം ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസും ഇല്ലെങ്കിൽ IQ ഇല്ല എന്നുള്ള പോലെയാണ്. ബ്ലോട്ട്വെയർസ് ഇഷ്ടം പോലെ ഉണ്ട്, അത്യാവശ്യം ബ്ലോട്ട്വെയർസ് ഉണ്ട്. ട്രൂ കോളർ, ഫേസ്ബുക്ക്, അങ്ങനെ കുറച്ച് വലിയ കുഴപ്പമില്ലാത്ത ബ്ലോട്ട്വെയർസ് ഉണ്ട്. ആഡ്സ് ഞാൻ പറയുവാണെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് അത് പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ എന്തായാലും സോഫ്റ്റ്വെയർ മാത്രമേ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് ഉള്ളൂ. പിന്നീട് കൂടുതലിട്ട് നോക്കുവാണെങ്കിൽ ഡൗൺ സൈഡ് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഹോട്ട് ഹോട്ട് ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. എൻ്റെ Neo 7 Proയിലുണ്ട്, ഞാനത് ഓഫ് ചെയ്തിട്ടു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. അപ്പം എല്ലാം കിട്ടത്തില്ലെങ്കിലും ഞാൻ പറയില്ല, ആ ഒരു 2019 ഇറങ്ങിയ 2021 ഇറങ്ങിയ ഫോൺസിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനെ നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് അന്ന് പറഞ്ഞെങ്കിൽ 1-2 പോരായ്മകൾ അല്ലാതെ എടുത്ത് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനി ലോങ് ടേം പെർഫോമൻസ് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാം. ഇനിയിപ്പം റിയൽ ലൈഫിൽ എങ്ങനെയാണ് വ്യത്യാസം നടത്തില്ല. ഇപ്പോൾ സെൻസർ നല്ലത് വെച്ചോണ്ട് ഔട്ട്പുട്ട് നല്ലത് വരണമെന്നില്ല, നല്ല പ്രൊസസർ വെച്ചോണ്ട് നല്ല ഔട്ട്പുട്ട് വരണമെന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. എനിവേ കിഡിലൻ പ്രൈസാണ്. ഇനി എൻ്റെ വായിന്ന് അടുത്തായിട്ട് പോസിറ്റീവ് കേൾക്കാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് കിഡിലൻ പ്രൈസാണ്. ലാസ്റ്റ് 2 ഫോൺസിൻ്റെ കാര്യം പറഞ്ഞപ്പം കുറേ പേര് പറഞ്ഞായിരുന്നു ബ്രോ അത് കുഴപ്പമില്ല, എന്തായാലും ഞങ്ങൾ കേൾക്കുന്നുള്ളൂ. അതായത് ചിലർ പറഞ്ഞു വളരെ സന്തോഷം കേട്ടത്. അതായത് ഇപ്പം ഈ അടുത്തിടെ ഇറങ്ങിയ നമ്മുടെ മലയാള സിനിമ പോലെ ഇറങ്ങുന്നതെല്ലാം ഹിറ്റാണ്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ഇടയിൽ ഇറങ്ങിയ മിക്ക ഫോണും ഹിറ്റാണ്. കുറേ തോൽവികൾ മാറി കിട്ടി. പിന്നെ റിയൽമി എന്ന് പറഞ്ഞ അണ്ണൻ്റെ പ്രൈസിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു, 21 അത്ര പോരാന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഒരു ഡീസൻറ്റ് ഞാൻ പറഞ്ഞായിരുന്നു. അവിടെയാണ് വേറൊരു പോയിന്റ് ഉള്ളത്. അതായത് നമ്മളൊരു ഫോൺ പൊട്ടയാ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്തതാണ് ബഡ്ജറ്റിൽ. അത് ഞാൻ എടുത്തു പറയും, കാരണം എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രൈസ് മാച്ചിങ് അല്ലേ, അതാണ് പ്രശ്നം. പ്രൈസ് ഒരു ഫോൺ ഇപ്പം 21,000 രൂപയുടെ ഫോൺ, ഇപ്പം ആ ഒരു ഫോണിൻ്റെ പ്രൈസ് 15,000 ആണ്. അത് 14,000-ന് വെച്ചെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാം. ഓഫ് കോഴ്സ് അതായത് കമേഴ്ഷ്യലി അതൊരു 15-ന് വെക്കേണ്ടതാണെങ്കിൽ 14 വെച്ചെങ്കിൽ അത് നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ റിയൽമിയുടെ കാര്യം പറഞ്ഞാൽ അത് 21-ന് ഇല്ല. സത്യമായിട്ടും അത് 20-ന് വെച്ചിരുന്നെങ്കിൽ നമ്മൾ ഡീസൻറ്റ് കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞേനെ. പക്ഷേ
റിയൽമി 12+ എന്ന് പറഞ്ഞ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ച് 21 വെച്ചപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാനില്ലായിരുന്നു. ആ ഒരു ഫോണിൻ്റെ കോമ്പറ്റീഷൻ അതിനേലും ബെറ്റർ സ്പെസിഫിക്കേഷനോടുകൂടെ 1000 രൂപ കുറച്ച് വെക്കുമ്പോഴാണ് ഈ ഫോൺ പൊട്ടയാകുന്നത്. അതായത് ഇനി തൊട്ട് IQ C9 ഇറങ്ങിയതിന് ശേഷം റിയൽമി 12+ൻ്റെ വാല്യൂ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ വളരെ താഴെയാണ്. കാരണം നിങ്ങൾ ഒരിക്കലും 12+ എടുക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ബെറ്റർ 1000 രൂപ കുറച്ചുള്ളപ്പോൾ എന്തിന് 1000 രൂപ കൂടുതൽ കൊടുത്ത് റിയൽമി എടുക്കണം? അത്രേ ഉള്ളൂ ചോദ്യം. അൾട്രാവൈഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലേക്ക് പോകുന്നത് എനിക്കറിയില്ല, കുറേ പേർക്ക് വേണമെങ്കിൽ അങ്ങനെ പോവാം. ബട്ട് സ്റ്റിൽ ഇതാണ് വ്യത്യാസം. ഒരു ഫോണിൻ്റെ കോമ്പറ്റീഷനിൽ ബെറ്റർ ആയിട്ടുള്ള ഫോൺ ഉണ്ടെങ്കിൽ ആ ഇറങ്ങിയ ഫോൺ അത്ര റെലവൻ്റ് അല്ലാതെ വരും. അതാണ് സത്യം. അങ്ങനെയാണ് ഒരു ഫോൺ പരാജയപ്പെടുന്നത്. കോമ്പറ്റീഷൻ ആണ്. ഇനി ചില മോട്ടിവേഷൻ ഉണ്ട്. അതായത് ഹ്യൂമൻ മോട്ടിവേഷനകത്ത് കൂടുതൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പഴയ സെൽഫിനേലും എത്ര ബെറ്റർ ആയി എന്നുള്ളതാണ് നോക്കേണ്ടതാണ്. അതായത് നമ്മളെ തന്നെയാണ് കമ്പയർ ചെയ്യേണ്ടത്, ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുന്നുണ്ട്. അത് സത്യമാണ്. ഇതേപോലെ തന്നെയാണ് ആപ്പിളും. അതായത് ആപ്പിൾ iPhone 16 ഇറക്കുമ്പോൾ അവർ 15 കമ്പയർ ചെയ്യുന്നത്. അതായത് അവരെപ്പോഴും അവരുടെ ഫോണുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷെ അത് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. മനുഷ്യൻ്റെ കാര്യത്തിൽ ഓക്കെ ഫൈൻ. ഇപ്പം ഞാൻ എന്നെ തന്നെ കഴിഞ്ഞ വർഷത്തെ എന്നെ കമ്പയർ ചെയ്യുന്നു, അതാണ് വേണ്ടത്. അല്ലാതെ ഞാൻ വേറൊരാളെ അല്ല കമ്പയർ ചെയ്യുന്നത്. കാരണം എനിക്കും ആ പുള്ളിക്കും വേറെ ഒരു കഴിവായിരിക്കും. സോ സിമിലർലി ആപ്പിൾ പക്ഷേ ഈ പറഞ്ഞ സെയിം രീതിയിൽ. പക്ഷേ ആൻഡ്രോയിഡ് ഫോൺ വരുമ്പോൾ ഒരേ ആൻഡ്രോയിഡ്, അതായത് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോർ ഹൃദയം എല്ലാത്തിനും സെയിം ആണ്. കമ്പനികൾ വ്യത്യാസമാണെന്നേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി അങ്ങനെ ഒരു വേർതിരിവ് പറ്റത്തില്ല. കാരണം എല്ലാം സിമിലർ സ്പെസിഫിക്കേഷൻ ആണ് ഒന്ന്, പ്രൈസിൻ്റെ വ്യത്യാസമാണ് ഉള്ളത് 2. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് പല ബ്രാൻഡുകളുടെ ഫോണായിട്ടാണ്. അവിടെ നമുക്ക് IQൻ്റെ പഴയ ഫോണും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കോമ്പറ്റീഷനായിട്ട് നോക്കാം. അതായത് ഇപ്പോൾ റിയൽമി ഇറക്കുവാണെങ്കിൽ റിയൽമിയുടെ പഴയതായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. റിയൽമിയും IQയും രണ്ടും ഈ പറഞ്ഞ ഡിഫറൻറ്റ് ബ്രാൻഡ് ആണെങ്കിൽ കോർ ആൻഡ്രോയിഡ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2 ഫോണുകൾ തമ്മിലാണ്, അതായത് ബ്രാൻഡുകൾ തമ്മിൽ കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് IQ C9 ആണ് ബെറ്റർ. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ്രോയിഡ് നമ്മൾ കമ്പയർ ചെയ്ത് മാത്രമേ ബഡ്ജറ്റിൽ ഫോൺസിനെ ഒരു വേർഡിക്റ്റ് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ പറയാൻ പറ്റത്തില്ല. പഴയ ഫോൺ ഇറക്കിയെന്ന് വെച്ചൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു സ്കീം ഇവിടെ ഇല്ല. ഐഫോണൊക്കെ ഫൈൻ, അവർക്ക് പറയാം, കാരണം അവർ വേറെ എക്കോസിസ്റ്റമാണ്. നമ്മളെ ഹ്യൂമൻ എന്ന രീതിയിൽ നമ്മളെ അങ്ങനെ പറഞ്ഞ മോട്ടിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പഴയ സെൽഫ് വെച്ച് പറയാം. പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എനിവേ കൂടുതലൊന്നും പറയാനില്ല, കൂടുതലൊന്നും തള്ളാനില്ല. ചിലപ്പോൾ റിയൽ ലൈഫിൽ എങ്ങനെയാണെന്നുള്ളത് പറയാനും പറ്റത്തില്ല. സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ സ്പെസിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും ബെസ്റ്റ് ഒരു ഫോൺ ഇനി ഈ ഒരു വർഷം ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. ഇനി ഇറങ്ങുമോ എന്നുള്ളത് അറിയത്തില്ല. എനിവേ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും